ഗോപൻ സ്വാമി സമാധിയായി. ഒരാഴ്ച മുൻപ് നെയ്യാറ്റിൻകരയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ഉയർന്നു വന്ന സമാധി വിവാദത്തിന് കല്ലറ തുറന്നതോടെ പരിസമാപ്തിയായോ? കല്ലറയിലെ മൃതദേഹം ഗോപന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താനായില്ലെന്നാണ് സൂചന. എന്നാൽ ഗോപൻ എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടെത്തണം. രാസപരിശോധനാ ഫലത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. ഗോപൻ സ്വാമി സമാധിയായതാണോ അതോ സമാധിയിരുത്തിയതാണോ? മഹാസമാധിക്ക് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് എറണാകുളം ചേന്ദമംഗലത്തെ ഒരു കൂട്ടക്കൊലക്കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. എറണാകുളം ചേന്ദമംഗലത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊലക്കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. അയൽ തർക്കത്തെ തുടർന്ന് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. ഒരാൾക്ക് പരിക്കേറ്റു. ചേന്ദമംഗലം സ്വദേശികളായ വേണു, ഉഷ, വിനീഷ എന്നിവരാണ് മരിച്ചത്. റൗഡി ലിസ്റ്റിൽപ്പെട്ട റിതു എന്ന ആളാണ് വെട്ടിയത്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ റിതു. എറണാകുളം ചേന്ദമംഗലത്ത് വൈകിട്ട് 5:30 സംഭവം ഉണ്ടാകുന്നത്. ഒരു വീട്ടിലെ 3 പേരെയാണ് വെട്ടിക്കൊന്നത്. വേണു, ഉഷ, വിനീഷ എന്നിവരാണ് ഇതിൽ മരണപ്പെട്ടത്. വേണുവിൻ്റെ മകൻ ജിതിൻ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സമീപവാസിയായ ഋതു ജെയിൻ എന്നയാളാണ് ഇവരെ വെട്ടിയത്. ഇതിൽ 3 പേര് മരണമടയുകയും ചെയ്തു. ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ മരണമടഞ്ഞു എന്നതാണ് ലഭിക്കുന്ന ആ വിവരം. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാളുമായിട്ട് തൊട്ടടുത്ത വീടാണ്. ഇവരുമായിട്ട് ചില വഴക്കുകൾ നിലനിന്നിരുന്നു. വഴക്കിൻ്റെ കാരണം എന്തെന്നത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഈ വഴക്കുകൾ നിലനിന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഋതു എന്നയാൾ ഇന്ന് വൈകിട്ടോടുകൂടി വീട്ടിലേക്ക് എത്തുകയും അതിക്രമം നടത്തുകയുമായിരുന്നു. ഇവരുടെ കുട്ടികളും ഇതിൻ്റെ ദൃക്സാക്ഷികളാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഋതു നേരത്തെയും റൗഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ഇയാൾ 3 കേസുകളിലെ പ്രതിയാണ്. നോർത്ത് പറവൂർ, വടക്കേക്കര പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. മോഷണം, അടിപിടി ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 2022 മുതൽ ഇയാൾ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾ കൂടിയാണ്. ഈ പ്രതിയെ വൈകിട്ട് തന്നെ പിടികൂടാനായിട്ട് പോലീസിനെ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഉള്ളത്. എന്തായാലും വലിയ ഭീകരാന്തരീക്ഷമാണ് ഈ സ്ഥലത്ത് ഉണ്ടായത്. വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും പിന്നീട് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന ഇതിൻ്റെ നില ഗുരുതരമായിട്ട് തുടരുന്നു എന്നതാണ്. പോലീസിനെ സംബന്ധിച്ച് ഇയാളെക്കുറിച്ച് എന്താണ് ഇതിനായ ഒരു യഥാർത്ഥ കാരണമെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. വലിയ പോലീസ് സംഘം തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഒരു കുടുംബത്തെ മുഴുവൻ സംശയനിഴലിൽ നിർത്തിയതാണ് ഗോപൻ സ്വാമിയുടെ മരണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോടെ വലിയൊരു വിവാദമാണ് തൽക്കാലത്തേക്കെങ്കിലും കെട്ടടങ്ങുന്നത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരണകാരണമായേക്കാവുന്ന മുറിവുകളോ പരിക്കുകളോ മൃതദേഹത്തിൽ പ്രത്യക്ഷത്തിൽ കാണാനില്ല എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും പുറത്തു വന്നാലേ മരണകാരണം സംബന്ധിച്ചും മറ്റ് വിവരങ്ങളിലും വ്യക്തത കൈവരും. വിവാദ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണ്ടി വന്നു. കല്ലറ തുറക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതി മുന്നിലെത്തിയത്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കല്ലറ തുറക്കാതെ തരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങി. രാവിലെ 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2:15 മൃതദേഹം പുറത്തിറക്കിയത്. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ മോർച്ചറിയിലെത്തിയിരുന്നു. തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ്. ആ സമാധിയെ ഇപ്പോൾ
ഒരു വികൃത രൂപത്തിലാക്കിയെടുത്തു. അതിലെ മക്കളെന്നുള്ള എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും. ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരെ മേലെ സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള പരിശോധനകളാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി നടന്നത്. മർദ്ദനമോ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ ക്ഷതമോ മരണകാരണമായോ എന്നതായിരുന്നു പരിശോധനയിൽ ഒന്ന്. എക്സ്റേ, റേഡിയോളജി പരിശോധനകൾ ഇതിനായി നടത്തി. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയാണ് മറ്റൊന്ന്. ഇതിനായി സാമ്പിൾ ശേഖരിച്ചു. വിഷം ഉള്ളിൽ ചെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയും. പരിശോധനാ ഫലം വരുന്നതിന് ഒരാഴ്ച സമയമെടുത്തേക്കും. ഇതിനുശേഷം മാത്രമേ മരണം സ്വാഭാവികമാണോ എന്നതിൽ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയൂ. വിവിധ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്ന ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണോ എന്നതും പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താത്തതോടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകര ആറാലുംമൂടെന്ന കൊച്ചു ഗ്രാമം രാവിലെ ഉറക്കമുണർന്നത് പോലീസിന്റെ കേസ് ഡയറിയിൽ ചരിത്രമായി മാറുന്ന ഒരു ദിനത്തിലേക്ക് കൂടിയാണ്. സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. തുടർന്ന് രാവിലെ തന്നെ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് കണ്ടെത്തിയെങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഗോപൻ സ്വാമി സമാധിയായതാണോ അതോ സമാധിയിരുത്തിയതാണോ? കേസിൽ രാസപരിശോധനാ ഫലം നിർണായകമാണ്. ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിന് പിന്നിൽ എന്തായിരുന്നു? ഈ കേസിൽ ഇനി എന്താകും സംഭവിക്കുക? മുൻ നിശ്ചയിച്ച പ്രകാരം പുലർച്ചെ 5 മണിയോടെ നെയ്യാറ്റിൻകരയിലെ കൈലാസനാഥ ക്ഷേത്ര പരിസരവും ഗോപൻ സ്വാമിയുടെ വീടും സമാധി സ്ഥലവും പോലീസിന്റെ നിയന്ത്രണത്തിലായി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സബ് കളക്ടർ OV ആൽഫ്രഡ് സ്ഥലത്ത്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം, പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള സംഘവും. 7:15 കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മുകൾ ഭാഗത്തെ കരിങ്കൽ സ്ലാബ് ഇളക്കിയതോടെ മൃതദേഹം അകത്തുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് 2 വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകൾ കൂടി നീക്കി. ഭസ്മവും കർപ്പൂരവും ഉൾപ്പെടെയുള്ള പൂജാവസ്തുക്കൾ കൊണ്ട് നെഞ്ചുവരെയുള്ള ഭാഗം മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴിയിൽ പരാമർശിച്ചിരുന്നത് പോലെ കിഴക്ക് ദിശയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമി. തുണി പുതച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല്, ഗന്ധം, കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. കഴുത്തിന് മേളിൽ വാ തുറന്നിരിക്കുകയും ഈ തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഭസ്മമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത്. എനിക്ക് ആളിനെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് ഇത് ഗോപൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. തുണി കൊണ്ട് പൊതിഞ്ഞ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കി. കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് സബ് കളക്ടർ. വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും DYSP ഉണ്ടായിരുന്നു. നമ്മളവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ സംഘടനകൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഗോപൻ സ്വാമിയുടെ ഭാര്യയെയും മക്കളെയും വീടിനുള്ളിൽ പോലീസ് വലയത്തിലാക്കിയതിനു ശേഷമായിരുന്നു സമാധി പൊളിക്കൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ കുട്ടികൾക്കിടയിൽ കുറ്റവാസന വർദ്ധിക്കുകയാണ്. തൃശ്ശൂരിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ യുവാവിനെ 15-കാരൻ കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടത് ഞെട്ടലോടെയാണ്. അതിൻ്റെ നടുക്കം മാറും മുൻപേ തൃശ്ശൂരിൽ നിന്ന് തന്നെ മറ്റൊരു കൊലപാതക വാർത്ത. തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ അടിച്ചു കൊന്നത് 15-കാരനാണ്. UP സ്വദേശി അങ്കിതാണ്
ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളായ ഇരുവരും തമ്മിൽ രാത്രി വലിയ തർക്കവും വെല്ലുവിളിയും നടന്നിരുന്നു. രാത്രിയിൽ തന്നെ ഇരുവരും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തെങ്കിലും രാവിലെ പല്ലു തേച്ചപ്പോൾ 15-കാരന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഇതേ തുടർന്നുണ്ടായ ദേഷ്യത്തിലാണ് ഓഫീസ് മുറിയിലിരുന്ന് ചുറ്റികയെടുത്ത് അങ്കിത്തിന്റെ തലക്കടിച്ചത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം തന്നെ കൊലപാതകത്തിന്റെ തുടർ നടപടികൾ നടക്കുമെന്ന് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതേസമയം നിയമപരമായി കെയർടേക്കർമാർക്ക് ഉത്തരവാദിത്തമില്ലെങ്കിലും അവരെയും ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ അറിയിച്ചു. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഈ സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. അതേസമയം സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൃത്യം നടക്കുന്ന സമയത്ത് 2 കെയർടേക്കർമാർ ജോലിയിലുണ്ടായിരുന്നു. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. യുപിയിൽ നിന്നും കേരളത്തിലെത്തി താമസമാക്കിയ കുട്ടിയാണ് മരിച്ചത്. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. 1 മാസം മുൻപാണ് കൊല നടത്തിയ 15-കാരൻ ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. ന്യൂസ് 18 തൃശൂർ. സൈബർ തട്ടിപ്പിൽ കുടുങ്ങി ഹൈക്കോടതി മുൻ ജഡ്ജിയും. ഓഹരി വിപണിയിൽ വൻതുക ലാഭം വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ജസ്റ്റിസ് എ ശശിധരൻ നമ്പ്യാർക്ക് 90 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ജഡ്ജിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി ജഡ്ജിയെ പരിചയപ്പെട്ട സംഘം കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി മുതൽ 30 വരെയും പല തവണകളായാണ് പണം തട്ടിയെടുത്തത്. വാട്സപ്പ്, മൊബൈൽ കോളുകൾ എന്നിവയിലൂടെ കഴിഞ്ഞ മാസമാണ് തട്ടിപ്പ് സംഘം ശശിധരൻ നമ്പ്യാരെ ബന്ധപ്പെടുന്നത്. വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട അയാന, വർഷ സിംഗ് എന്നിവരായിരുന്നു ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത്. പല ഘട്ടങ്ങളിലായി 90 ലക്ഷം രൂപ സംഘം കൈപ്പറ്റി. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് 850% ലാഭം നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. വിവിധ അക്കൗണ്ടുകൾ വഴി ജസ്റ്റിസ് ഇവർക്ക് പണം അയച്ചു നൽകി. ഡിസംബർ 4 മുതൽ 30 വരെയുള്ള കാലയളവിലായിരുന്നു ഇത്. വാഗ്ദാനം ചെയ്ത സമയപരിധി കഴിഞ്ഞിട്ടും ഒരു തുകയും തിരിച്ചു നൽകാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട അയാന, വർഷ സിംഗ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. ആദിത്യ ബിർള ഗ്രൂപ്പ് എന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ പേര് വിശ്വാസ്യത നേടാനായി തട്ടിപ്പുകാർ ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഹൈക്കോടതി മുൻ ജഡ്ജിയായ എം ശശിധരൻ നമ്പ്യാർ ദേശീയ ഹരിത ട്രിബ്യൂണലിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പാണ് കൊച്ചിയിൽ റിട്ടയർഡ് കോളേജ് പ്രൊഫസറിൽ നിന്ന് സമാനമായ രീതിയിൽ മറ്റൊരു സംഘം കോടികൾ തട്ടിയത്. ഇതിലെ ഇടനിലക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പുതിയ കേസിൽ പോലീസിന്റെ സൈബർ വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലബാറിൽ കല്യാണ മാമാങ്കം അതിരുവിടുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കണ്ണൂരിൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്നുള്ള കൊല്ലാപ്പ് ചെറുതൊന്നുമല്ല. പടക്കങ്ങൾ പൊട്ടിയതിനെ തുടർന്ന് 22 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി പരാതി. 2 ദിവസം മുൻപ് പാനൂരിൽ നടന്ന വിവാഹാഘോഷത്തിനിടെയായിരുന്നു സംഭവം. കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി. വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന.
വിവാഹ ആഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് 22 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പരാതി. അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ചാല മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹാഘോഷത്തിനിടെയാണ് പടക്കങ്ങൾ ഉപയോഗിച്ചത്. ശബ്ദം കേട്ട് കുഞ്ഞിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായെന്നും പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ആദ്യം വലിയ പൊട്ടിത്തെറി ശബ്ദമുണ്ടായത്. പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്ന നിലയിലായി. അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് എത്തിയത്. തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ വലിയ തോതിൽ പടക്കങ്ങൾ പൊട്ടിച്ചു. ശബ്ദം കേട്ടതിനു പിന്നാലെ കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്ന നിലയിലായി. 10 മിനിറ്റോളം ആ രീതിയിൽ തുടർന്ന് അനക്കമില്ലാതായി. ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം. നടപടി ആവശ്യപ്പെട്ട് കുഞ്ഞിന്റെ കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുമെന്നാണ് സൂചന. അതേസമയം പ്രദേശത്ത് പലയിടത്തും വിവാഹാഘോഷത്തിൽ പടക്കം പൊട്ടിക്കുന്നത് പതിവാണെന്ന് വരന്റെ ബന്ധുക്കൾ പറയുന്നു. ഇരു വീട്ടുകാരും തമ്മിൽ മുമ്പുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായാണ് പരാതിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ബോളിവുഡിൽ ഏറ്റവും സമ്പന്നനും നിരവധി ആഡംബര വീടുകളുള്ള താരവുമാണ് നടൻ സെയ്ഫ് അലി ഖാൻ. മുംബൈ ബാന്ദ്രയിൽ 4 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റുമുണ്ട് സെയ്ഫിന്. അവിടെ പുലർച്ചെ അതിക്രമിച്ച് ഒരക്രമി എത്തുന്നു. വീടിനുള്ളിൽ അപരിചിതനെ കണ്ട സെയ്ഫ് ഇയാളെ ചോദ്യം ചെയ്തതോടെ കത്തിക്കുത്ത്. ശരീരത്തിൽ 6 തവണ കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി 7 അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അക്രമിക്ക് നടന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് വാതിൽ തുറന്നു കൊടുത്തതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇവരെ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുംബൈ ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ അപ്പാർട്ട്മെന്റിൽ 12ാം നിലയിലെ വസതിയിൽ പുലർച്ചെ 2:30യോടെയാണ് സംഭവം. മക്കളുടെ മുറിക്ക് സമീപം വലിയ ശബ്ദം കേട്ടാണ് സെയ്ഫ് അലി ഖാൻ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് കത്തിയുമായി നിൽക്കുന്ന അജ്ഞാതനെ കണ്ടത്. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും പിടിവലിയുമായി. ഇതിനിടെയാണ് അജ്ഞാതൻ കത്തികൊണ്ട് സെയ്ഫ് അലി ഖാനെ കുത്തിയത്. ശരീരത്തിൽ 6 കുത്തേറ്റു. നട്ടെല്ലിന് സമീപവും കഴുത്തിലും ആഴത്തിലാണ് മുറിവ്. പ്രതിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരുന്നെങ്കിലും അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സെയ്ഫ് അലി ഖാന് ന്യൂറോ സർജറിയും പ്ലാസ്റ്റിക് സർജറിയും നടത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂറും 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് സെയ്ഫിന് കുത്തേറ്റതെന്ന് കരീന പറയുന്നു. ആരാധകർ ശാന്തരായിരിക്കണമെന്നും അഭ്യൂഹങ്ങൾ പരത്തരുതെന്നുമാണ് കരീനയുടെ അഭ്യർത്ഥന. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള അപ്പാർട്ട്മെന്റിൽ പ്രതി എങ്ങനെ കടന്നു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. പ്രതിയെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കടക്കാൻ ആരോ സഹായിച്ചെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരിയുടെ സഹായത്തോടെയാണ് ഇയാൾ അകത്ത് കടന്നതെന്ന് സംശയിക്കുന്നു. ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. അപ്പാർട്ട്മെന്റിന്റെ സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 മുംബൈ. കൊച്ചുകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. സമൂഹത്തിലേറെ ബഹുമാനിക്കപ്പെടുന്നവരും മാന്യന്മാരെന്ന് നടിക്കുന്നവരുമൊക്കെയാണ് വേട്ടക്കാരുടെ വേഷത്തിലെത്തുന്നത്. കോഴിക്കോട് വടകരയിൽ വിവിധ പോക്സോ കേസുകളിൽ ക്ഷേത്ര പൂജാരി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. കൊച്ചി മേത്തടം സ്വദേശി സജി, ആയഞ്ചേരി സ്വദേശികളായ കുഞ്ഞു സൂപ്പി, ഇബ്രാഹിം എന്നിവരാണ് പിടിയിലായത്. വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിലാണ് ക്ഷേത്ര പൂജാരി എറണാകുളം മേത്തല സ്വദേശി M സജിയെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്ര ദർശനത്തിനെത്തിയ കുട്ടിയെ ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് പ്രതി പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ നിരവധി ക്ഷേത്രങ്ങളിൽ പൂജാകർമ്മങ്ങൾ നടത്തിയിരുന്ന ഇയാൾ അടുത്ത കാലത്താണ് വടകരയിലെത്തിയത്.
മറ്റൊരു പോക്സോ കേസിൽ ആയഞ്ചേരി സ്വദേശി കുഞ്ഞിസൂപ്പി എന്ന 60-കാരനെയും അറസ്റ്റ് ചെയ്തു. 9 വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെയും വടകര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആയഞ്ചേരി താഴെത്തട്ടാറത്ത് ഇബ്രാഹിമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 വടകര. പത്തനംതിട്ടയിൽ ദളിത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അഴിക്കുള്ളിലായപ്പോഴാണ് പോക്സോ കേസ് എന്ന വലിയ കുരുക്കിലേക്കാണ് വീണതെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞത്. കേസിലെ 60 പ്രതികളിൽ 20 പേരും കൗമാരക്കാർ, 5 പേർ 17 വയസ്സിൽ താഴെയുള്ളവർ. കേസിൽ ഇതുവരെയും 52 പേരാണ് പിടിയിലായത്. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ അഭിജിത്തിനെ പിടികൂടിയത് ചെന്നൈയിൽ നിന്നാണ്. പെൺകുട്ടിയുമായുള്ള ആശയവിനിമയത്തിന് പ്രതികൾ ഉപയോഗിച്ചത് ഇൻസ്റ്റഗ്രാം ആണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടി അടൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയിട്ടുള്ളത്. ഇതിന് പ്രകാരമാണ് പോലീസ് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട, പന്തളം, ഇലവന്തിട്ട, മലയാലപ്പുഴ എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 31 കേസുകളിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇലവന്തിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 25 പ്രതികളിൽ 19 പേരെയും അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 11 കേസുകളിൽ 2 പേർ ഒഴികെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികൾ വിദേശത്തായതിനാൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനാണ് തീരുമാനം. നടപടികൾ പൂർത്തിയായാൽ ഉടൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. കേസിൽ ഇനിയും പിടിയിലാകാനുള്ളത് 9 പേരാണ്. പോക്സോ കേസായതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ പുരോഗതി വിലയിരുത്തി. പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പ്രതിപട്ടികയിലുള്ള 5 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇനിയും പിടിയിലാകാനുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടി വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നിയമപരമായ എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാരോൺ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. കാമുകന് കഷായത്തിൽ വിഷം കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ കൊലപാതകം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഷാരോണിൻ്റെ വേർപാടിന് ശേഷം ഇന്നും ആ കുടുംബത്തിന് കണ്ണീർ തോർന്നിട്ടില്ല. ഷാരോണിനെ ചതിച്ച് കൊലപ്പെടുത്തിയതാണെന്നും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്നും യുവാവിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. ജ്യൂസ് ചലഞ്ച്, പിന്നീട് കഷായം കുടിപ്പിക്കൽ, പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം, മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. ഇങ്ങനെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണാ ഘട്ടത്തിൽ ഉന്നയിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MM ബഷീറാണ് കേസിൽ വിധി പറയുക. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. മകന്റെ വേർപാടിന് ശേഷം ഈ കുടുംബത്തിന് കണ്ണീര് തോർന്നിട്ടില്ല. മകനെ ചതിച്ചു കൊലപ്പെടുത്തിയത് തന്നെയെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഒക്കെ കേസ് നല്ല ശിക്ഷ കിട്ടും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏറ്റവും എന്തൊക്കെ ശിക്ഷ കിട്ടാൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്ത് ലാസ്റ്റായിട്ട് കിട്ടണം അത് കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ. ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം, അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് ചെയ്തതാണ്. അവളെ അമ്മയും കൂടെയാണ് ഇവനെ എൻ്റെ മകനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവളുടെ അമ്മയാണ്. ഈ വീട് ഇപ്പം 2 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അച്ഛനും അമ്മയും മക്കളുടെ സ്നേഹം തന്നെ ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ അതുപോലെ അല്ല ഞങ്ങൾ. 2022 ഒക്ടോബർ 14 നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥി 23-കാരനായ JP ഷാരോൺ രാജ് കാമുകി ഗ്രീഷ്മയുടെ പളുകലിലെ വീട്ടിൽ വെച്ച് കഷായം കുടിച്ചത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോൺ വിവിധ ആശുപത്രികൾ ചികിത്സ തേടിയെങ്കിലും നില വഷളായി. ഒക്ടോബർ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പാറശാല പോലീസ് കേസെടുത്തത്. ഒക്ടോബർ 29 കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് അടുത്ത ദിവസം പോലീസിനോട് യുവതിയുടെ കുറ്റസമ്മതം.
ഒക്ടോബർ 31-ന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ അണുനാശിനി കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഗ്രീഷ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ഗ്രീഷ്മ 1-ാം പ്രതിയും അമ്മ സിന്ധു 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ 3-ാം പ്രതിയുമാണ്. കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പിന്നീട് ഹൈക്കോടതി 3 പ്രതികൾക്കും ജാമ്യം നൽകി. ഇതിനിടെ പ്രതികൾ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റിയിരുന്നു. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് വഴിതെളിച്ച കേസിൽ വിധി വരുമ്പോൾ അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കണിയാപുരത്ത് ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കണ്ടൽ നിയാസ് മൻസിലിൽ ഷാനുവിനെ കൊലപ്പെടുത്തിയ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി രംഗതുരയാണ് അറസ്റ്റിലായത്. കൊല്ലം ചൂരനാട് നിയമലംഘനത്തെ തുടർന്ന് പിടിച്ചെടുത്ത വാഹനം ഉടൻ തന്നെ വിട്ടു നൽകി പോലീസ്. കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലവും വാഹനത്തിന്റെ കാഴ്ചമറക്കുന്ന അലങ്കാരവും ഉണ്ടായിരുന്ന വാഹനം വിട്ടു നൽകിയത് CPM നേതാവിന്റെ നിർദ്ദേശപ്രകാരമെന്ന ആരോപണം. സൗഹൃദം നടിച്ച് വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം അഞ്ചൽ ഏരൂർ സ്വദേശി ഉല്ലാസാണ് അറസ്റ്റിലായത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശി ഭഗത് സിംഗിനെ കൊലപ്പെടുത്തിയ മകൻ രാകേഷാണ് പിടിയിലായത്. എറണാകുളം ജില്ലയിലെ വളരെ ശാന്തമായൊരു പ്രദേശമാണ് ചേന്നമംഗലം. നന്മയുള്ള കുറേ മനുഷ്യർ താമസിക്കുന്ന നാട്. എന്നാൽ ആ കൊച്ചു ഗ്രാമം ഒരു വീട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ്. അയൽ തർക്കത്തെ തുടർന്ന് ഒരു യുവാവ് കാട്ടിയ ക്രൂരതയിൽ ഒരു കുടുംബത്തിലെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ വാക്കുതർക്കമാകാം ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് കാരണം. അയൽവാസികൾ തമ്മിൽ സ്നേഹത്തിൽ കഴിഞ്ഞാൽ എത്ര സന്തോഷകരമായിരിക്കും നമ്മുടെയൊക്കെ ജീവിതം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.